ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടൊരു കൈ കൊണ്ട് എഴുതിയ ഒരു പേപ്പറും. അതിങ്ങനെ അന്നൊക്കെ നമ്മൾ കത്തല്ലോ എഴുതുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടുകാർക്ക് കത്തായിട്ട് എഴുതി അയച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ. ചേച്ചിക്ക് ശരിക്കും ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ, ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചേച്ചിക്ക് ചേച്ചിയുടേതായ ഇഷ്ടങ്ങളാണ്, അതൊന്നും മാറ്റാൻ ഇഷ്ടമല്ല. അപ്പോൾ വേറൊരാൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. ആ രീതിയിൽ ചേച്ചി ആ ട്രാൻസിഷൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചേച്ചി എപ്പോഴും എന്നോട് പറയും, ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത്. ഒരാളെ ഞാൻ കണ്ടുപിടിക്കും, അയാളെ ഇഷ്ടപ്പെടും, അയാളുടെ കൂടെ ജീവിക്കും. അതൊന്നും എൻ്റെ സ്വപ്നത്തിൽ ഇല്ല. ഇൻ്റലക്ച്വലി മെയിൻലി ഒക്കെ ആലോചിക്കുന്നതും ഒക്കെയും ചിന്തിക്കുന്നതും ഇപ്പം ഐമ റാഷണൽ മൈത്രേനുമാണ്, ആനന്ദുമാണ്, ശ്രേയയുമാണ്. ഞങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഞങ്ങളെല്ലാവരും ആലോചിക്കുന്ന സിനിമകളും വായിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ ഒരുപോലെയാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പഠിക്കുകയും വലുതാവുകയും ചെയ്യാൻ ഏറ്റവും എനേബിൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചുറ്റിരിക്കുന്നത്. കനി എന്നാണ് അച്ഛനും അമ്മയും, അതായത് മൈത്രേനും ജയശ്രീ ചേച്ചിയും അവരോട് ചോദിച്ചത് ദാറ്റ് വൈ ഡിഡ് യു ടേക്ക് ദ ഡിസിഷൻ നോട്ട് ടു ഗെറ്റ് മാരിഡ്? ഇവരൊരു കപ്പിളായിരുന്നു, ഒരു കുഞ്ഞുണ്ട് ഇടയ്ക്ക്, എന്തുകൊണ്ട് നിങ്ങൾ ആ ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു ചോദ്യം അച്ഛനോടും അമ്മയോടും ഉണ്ടായിരുന്നു? ഇല്ല, ആക്ച്വലി ഇപ്പൊ ചോദിക്കുമോ ഞാൻ ഇതേ വരെ ഞാൻ അത് ചോദിച്ചിട്ടില്ല. അതൊരു ചോദ്യം പോലായിട്ട് നിന്നിട്ടില്ല. മേ ബി ബിക്കോസ് അതാണ് ഞാൻ പറയാം, അതൊരു ഇപ്പം ഇങ്ങനെ ഒരു ഗ്രാജുവൽ അല്ലേ നമ്മൾ വളരുന്ന സാഹചര്യം. അത് നമ്മൾ ആ ചോദ്യം ചിലപ്പോൾ വരണമെന്നില്ല ഒരു കുട്ടിയുടെ മനസ്സിൽ റെലവന്റ് പോലും ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ ആകെ ചോദിച്ചത്, ഞാൻ ചോദിക്കായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഏത് ദിവസമാണ് ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത്? അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? അതൊക്കെ കൊച്ചിലെ 7-8 വയസ്സൊക്കെ ഇങ്ങനെ ഏത് ദിവസം? അപ്പൊ ജയിച്ചു അങ്ങനെ ഒരു ദിവസം ഓർമ്മയൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഈ ദിവസം ഒന്ന് പറയാം. അപ്പൊ എന്നെ അമ്മ പറയും, മൈത്രേയൻ ജയശ്രീ ചേച്ചി ആദ്യമായിട്ട് മൈത്രേന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഈ ദിവസമാണ്, അതാണ് ആ ദിവസം. അപ്പൊ മൈത്രേയ ചേച്ചി അതെങ്ങനെയാണ് ആദ്യത്തെ അമ്മൂമ്മയുടെ കൺസെപ്റ്റില് ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ കാണണം. അപ്പോ മൈത്രേയൻ എന്താ ജയശ്രീ ചേച്ചിയെ മൈത്രേന്റെ അച്ഛനും അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയ ദിവസം ആണ് അങ്ങനെ. അപ്പൊ എനിക്കത് അതെങ്ങനെയാ, എന്താണ് അതിന്റെ? അപ്പം അങ്ങനെ ഒരു ദിവസമൊന്നുമില്ല, അതിങ്ങനെ ഏതോ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ ഇഷ്ടം കൂടി ഒരുമിച്ച്. എനിക്കൊന്നും അവരൊരു പേപ്പറിൽ ഞാൻ മൈത്രേയൻ അഡ്രസ്സ് ജയശ്രീയുടെ മേൽവിലാസം എഴുതിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടൊരു കൈ കൊണ്ട് എഴുതിയ ഒരു പേപ്പറും. അതിങ്ങനെ അന്നൊക്കെ നമ്മൾ കത്തല്ലോ എഴുതുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടുകാർക്ക് കത്തായിട്ട് എഴുതി അയച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ. ഇങ്ങനെ അത് മാത്രം ഉണ്ടായിരുന്നു തോന്നുന്നു. That was a so-called wedding invitation. There was no അങ്ങനെ ഒഫീഷ്യലി പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഇത് അതൊരു ചോദ്യം പോലും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുപോലെ എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി, ഇവരൊരു കപ്പിൾസ് എന്ന നിലയ്ക്ക് ഒരു ഡീ കപ്പിൾ ആവുന്ന ഒരു ടൈമുണ്ട് മൈത്രേന്റെ പ്രസ് കോൺഫറൻസ്. ഈ ഒരു കോൺവെർസേഷൻ കനിയായിട്ടുണ്ടായിരുന്നോ? ദാറ്റ് ജയശ്രീ ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു. And it came as a huge shock to her എന്ന് ജയശ്രീ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ did you know that this process is going to happen as well? എനിക്കറിയില്ല. ഞാൻ ജയശ്രീ കപ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് അവര് ഫ്രണ്ട്സ് ആയിട്ട്, കുടുംബം പിരിഞ്ഞ് ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനം. ജയശ്രീ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അറിയണ്ട, അത് ഇറ്റ്സ് ഹർ ഓൺ തിങ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അത് ഷോക്ക്, അതായത് ഞാൻ വിചാരിക്കാത്ത കാര്യം ആയിരുന്നില്ല. മൈത്രേൻ സംസാരിച്ചിരുന്നു. എന്റെ ഓർമ്മയിലും എന്റെ ഇതിലും മൈത്രേൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ എന്നോട് പറയും, നിനക്ക് 18 വയസ്സാകുമ്പം ഞാൻ കുടുംബം പിരിച്ചുവിടും, ഞാൻ ഒഴിക്കും, നീ നിന്റെ ഒഴിക്കും, നീ വേറെ ഏതൊരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്കുള്ള സപ്പോർട്ട് ഞാൻ ഏതൊരാൾക്ക് കൊടുക്കുന്നോ അതുപോലെ നിന്നെ എന്താണോ സപ്പോർട്ട് ഇവിടെ തരും, എന്നെ കൊണ്ട് പറ്റുന്നത് എല്ലാം. അല്ലെങ്കിൽ പഠിക്കാൻ മൈത്രേൻ ഇപ്പോൾ ആരെങ്കിലും എന്ത് ചോദിച്ചാലും മൈത്രേൻ അതുപോലെ നിൽക്കും, അതുപോലെ തന്നെ എനിക്ക് നിൽക്കും, അതേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു മകൾ അതുകൊണ്ട് ഞാൻ ഇനിയും അങ്ങനെ. അതേസമയം നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കൂടെ താമസിക്കാൻ വരണമെന്ന് തോന്നിയാൽ വരാം, നിനക്ക് ഞാൻ വേണം നീ ചോദിച്ചാൽ ഞാൻ വരാം, ഏതൊരു മനുഷ്യൻ ചോദിച്ചാലും ഞാൻ പോകും, ഏതൊരു മനുഷ്യൻ അതുപോലെ വരും, ഇങ്ങനെ പറയുമായിരുന്നു കുട്ടിക്കാലത്തെ. അപ്പം ഞാനും 18 വയസ്സാകുമ്പോൾ എങ്ങനെയാണോ അത് സ്ട്രെസ്സായിട്ടൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥവും നമുക്ക് തീരെ ചെറുപ്പം അത്രയും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ ഉറപ്പായിട്ടും ചേച്ചി പറഞ്ഞ പോലെ ശരിക്കും അത് സംഭവിച്ചപ്പോൾ ഇവിടെ മൈത്രേൻ ഇവിടെ ഇല്ലല്ലേ, ഓക്കെ ഇവിടെ വീടില്ലല്ലേ, ഓക്കെ. പക്ഷെ മൈത്ര എനിക്ക് കാണാൻ തോന്നും അപ്പം തന്നെ വരും, ലൈക്ക് അത്രയും അങ്ങനെ ഒരു വരില്ല, അങ്ങനെ അങ്ങനെ മൈത്രേൻ ഇതൊക്കെ പറയും, അത് പ്രവർത്തിക്കും. പക്ഷെ അതേപോലെ
ഹീസ് ദെയർ ഫോർ യു. അങ്ങനെ ഇമോഷണലിയും എല്ലാ രീതിയിലും അങ്ങനെയാണ് അയാൾ മൈത്രേയൻ പെരുമാറുന്നതും തരുന്നതും. പക്ഷെ എനിക്കതൊരു ഷോക്കായിട്ടല്ല. അപ്പോൾ ജയശ്രീ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ജയശ്രീയുടെ ചോദിക്കണം. എനിക്കത് എന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു മൈത്രേയൻ പല രീതിയിലും. അങ്ങനെ പ്രിപ്പയർ ചെയ്താലും ഇപ്പം ഞാനും എൻ്റെ കുട്ടിക്കാലത്തുനിന്ന് ജയശ്രീയുടെ അമ്മ, അതായത് എൻ്റെ അമ്മൂമ്മ, ഞാൻ അമ്മ എന്ന് ഇടയ്ക്ക് വിളിക്കുന്ന ആള് മരിച്ചുവോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി കുട്ടിക്കാലത്തുനിന്ന്. അപ്പം ഞാൻ കൊച്ചിലേ ഇങ്ങനെ ആലോചിക്കുന്നത് അമ്മ മരിക്കണേന് മുമ്പ് ഞാൻ മരിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനും അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നത് മെയിനായിട്ട് അതിന് എനിക്ക് ആ ലോകം ആലോചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വലുതാകുമ്പോൾ നമുക്കും നമ്മുടെ വേറെ ചിന്തകളും ഒക്കെ. അപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല, അമ്മ ചിലപ്പോൾ മരിച്ചു, നമ്മൾ ജീവിക്കണം എന്നാലും എന്നൊക്കെ മനസ്സിലായി തുടങ്ങുന്ന സമയമുണ്ടല്ലോ. അപ്പം മുതൽ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് അമ്മ മരിച്ചുവാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. അമ്മ കഴിഞ്ഞ് എനിക്ക് അതുപോലുള്ളത് പിന്നെ മൈത്രേയനായിരുന്നു. മൈത്രേയൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലോകം പിന്നെ എനിക്ക് മീനിങ്ലെസ് ആയിട്ടാണ് കുട്ടിക്കാലത്തുനിന്നേ തോന്നുന്നത്. എവറിത്തിങ് വാസ് മൈ ഗ്രാൻഡ് മദർ ആൻഡ് മൈത്രേയ മോർ ദൻ ജയശ്രീ ചേച്ചി ഒക്കെ എനിക്ക് കൊച്ചിലെ. അപ്പോൾ ഒത്തിരി വലുതായപ്പോൾ മുതൽ ഇല്ല, എനിക്ക് ജീവിക്കണം. യു ഹാവ് ഓൺലി വൺ ലൈഫ്, ഇറ്റ് ഈസ് ദ മീനിങ് ഈസ് ടു ലിവ് ദാറ്റ് ലൈഫ്, നത്തിങ് എൽസ്. പക്ഷേ ഇവരില്ലാതെ ജീവിക്കാൻ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ, ഹൗ കെൻ ഐ ഫേസ് ഇറ്റ്, ഇത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രിപ്പയർ, പക്ഷെ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല. അതുപോലെ എനിക്ക്, പക്ഷേ എൻ്റെ അമ്മൂമ്മ 2 years ago മരിച്ചപ്പോൾ ഐ വാസ് ഫൈനലി പ്രിപ്പയർഡ്. ഐ കുഡ് ലെറ്റ് ഗോ. ഞാൻ അവസാനം അമ്മയെ നോക്കിയ സമയം 2 മാസം എടുത്താലും ഒക്കെയും എനിക്ക് തോന്നുന്നു എൻ്റെ വിഷമം അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും, അമ്മൂമ്മയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ക്ലോഷർ കിട്ടിയ ഒരു ഡിപ്പാർച്ചർ എനിക്ക് തോന്നുന്നു അമ്മൂമ്മയുടെ മാത്രമാണ് ജീവിതത്തിൽ. അങ്ങനെ ഒരു ഫുൾ ക്ലോഷർ. ഷീ ഹാഡ് എ ലൈഫ് ആൻഡ് ഷീസ് ഗോൺ. അങ്ങനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ എന്നെ ചെറുപ്പക്കാരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് വളരെ അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ളൊന്നും എനിക്കിപ്പോഴും ഞാൻ ഡീൽ ചെയ്തിട്ടുമില്ല. ഞാൻ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആലോചിച്ചാണ് ജീവിക്കുന്നത്. അതൊരു തരം കള്ളത്തരം ഉള്ള പോലെ. അങ്ങനെ അതുപോലെ മൈത്രേയൻ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാം പോയപ്പോഴും ഞാൻ പ്രിപ്പയർഡ് ആണെങ്കിലും ആ ഒരു റിയാലിറ്റി സിങ്കിങ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഇങ്ങനെയാണ്. പക്ഷെ പിന്നെ ഞാൻ മൈത്രേയൻ പിന്നെ ഒരു ദിവസം തിരിച്ചു വന്നപ്പം ഞാൻ പറയും ഇതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും അപ്പം ഇത്രയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മൈത്രേയൻ അപ്പം തന്നെ നിനക്ക് അതാണ് മൈത്രേയൻ, അല്ലാണ്ട് അതെല്ലാം ഇനി ഒന്നൊരിക്കലും എൻ്റെ ജീവിതം ഇതാണ് അങ്ങനെയല്ല. മൈത്രേയൻ അങ്ങനെ ഒരു കടുംപിടുത്തല്ല. മൈത്രേയനോട് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇല്ല മൈത്രേയൻ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് മൈത്രേയനോട് താമസിക്കാന്ന് പറഞ്ഞാൽ മൈത്രേയൻ ഓക്കെ എന്ന് തന്നെ പറയും. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയും വേണ്ട. സോ ഇറ്റ് ഇസ് ലിറ്റിൽ കോൺട്രഡിക്റ്റിംഗ്. അപ്പൊ ഞാൻ എന്തിനാ അത് ശരിക്കും വേണ്ട എന്ന് എനിക്കത് പറയണം. അപ്പൊ എനി ട്രാൻസിഷൻ ഇസ് നോട്ട് ഈസി ഫോർ എനിബഡി. ഐ തിങ്ക് ചിലർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും, ചിലർക്ക് പതുക്കെ വരും, ചിലർക്ക് ചിലപ്പോൾ വളരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. എനിക്കൊരു ഇത്തിരി ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് ജാമിക്കുകയും ഭയങ്കര ഇഷ്ടം. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും അതിശയം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, അത് 18 വയസ്സിൽ ആ ഒരു വലിയൊരു ട്രാൻസിഷൻ വരുന്നത് എനിക്കറിയില്ല. എൻ്റെ മോള് ഇപ്പൊ വലുതായി വരുമ്പോ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഡിഫിക്കൽട്ട്. അതൊരു അമ്മയ്ക്കും അതെ, ഒരു പേരന്റിനും അതെ, കുട്ടിക്കും അതെ. അത് ശരിക്കും ഒരു ഷിഫ്റ്റ് തന്നെയാണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്, യു ടോക്കിംഗ് അബൌട്ട് ലോസ് ആൻഡ് ലോസിലെ കാര്യം പറയുമ്പോൾ എനിക്ക് അതുപോലെ ഞാൻ വിനുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു കോൺട്രഡിക്ഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ദാറ്റ് യു ആർ ഇൻ വിത്ത് ആനന്ദ് റൈറ്റ് നൗ അല്ലേ. ഒരു ഇത്രയും വർഷം പാർട്ട്ണറായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ട്രാൻസിഷനും ഇറ്റ്സ് ഓൾമോസ്റ്റ് എ റെപ്പറ്റീഷനും. മൈത്രേയനും ജയശ്രീ ചേച്ചി പോലെ പാർട്ട്ണറായിട്ട് കഴിഞ്ഞ് നിങ്ങളൊരു അത് തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ ചിലപ്പോൾ കുറെ കൂടെ നാളെ നിന്നിട്ട് അങ്ങനെ ആയി, ഞാനൊന്ന് അനുഭവേ ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതല്ലേ ഡിഫറൻസ് എന്താ വെച്ചാൽ ജയശ്രീ ചേച്ചി എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് ശരിക്കും ചേച്ചിക്കും എല്ലാവർക്കും ട്രാൻസിഷൻസ് ബുദ്ധിമുട്ടായിരിക്കാമെങ്കിലും ജയശ്രീക്ക് ശരിക്കും ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ. ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചേച്ചിക്ക് ചേച്ചിയുടേതായ ഇഷ്ടങ്ങളാണ്, അതൊന്നും മാറ്റാൻ ഇഷ്ടമല്ല. അപ്പോൾ വേറൊരാൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. ആ രീതിയിൽ ചേച്ചി ആ ട്രാൻസിഷൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചേച്ചി എപ്പോഴും എന്നോട് പറയും ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത്. ചേച്ചിക്ക് വേറെ തരത്തിൽ ഭയങ്കര ചേച്ചിക്ക് എല്ലാം അലമ്പാക്കി കിട്ടണം. മൈത്രേയൻ കുറച്ച് ഭയങ്കര അടുക്കും ചിട്ടുള്ള ആളൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി വെക്കണം അങ്ങനത്തെ. ഞാനും കുറച്ച് അടുക്കും ചിട്ടയും ഓർഗനൈസ് ഒക്കെയാണ്. അപ്പം ചേച്ചി ഞാൻ കുറച്ച് എനിക്ക് അടുക്കൊന്നുമില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് ഒരേ റുട്ടീനാണ് ഇഷ്ടം. എനിക്ക് സ്പോറഡിക് മാറ്റങ്ങൾ അതൊന്നും അല്ല. എൻ്റെ
പ്രിഫറൻസ് അതല്ല. മൈത്രേൻ പിന്നെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവരും പറ്റും, ജയശ്രീജിക്കും പറ്റും. അത് രണ്ടും എനിക്ക് കുറവാണ്, അവർ രണ്ടുപേരും എനിക്ക് കുറവാണ്. എനിക്കിഷ്ടം ഒരു വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരു റുട്ടീൻ സിമിലർ ആയിട്ടുള്ളതാണ് എനിക്ക് ഞാൻ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ട് ഞാൻ ഇരിക്കുന്നത് അതിലാണ്. അത് വെച്ചിട്ട് എൻ്റെ പ്രൊഫഷൻ ഭയങ്കര കോൺട്രഡിക്ടറി ആണ്, അതാണ് എൻ്റെ ഒരു വിഷമം. അല്ലാതെ പക്ഷെ ശരിക്കും ഇല്ല, ഞാൻ ഒരു റിപ്പീറ്റ് ടെലികാസ്റ്റ് പോലെ തോന്നുന്നു. അതെ, മൈത്രേനും ജയശ്രീയും ഫാമിലിയും അവരെ പിരിച്ചു വിട്ട പോലെ തന്നെ ആനന്ദിന്റെ കൂടെ യുവർ ഇൻ പാർട്ട്ണർഷിപ്പ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇത്രയും വർഷം നിന്നിട്ട് ഒരു പോയിന്റിൽ യു സേ ദാറ്റ് ഓക്കെ നൗ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ദ ഡൈനാമിക്സ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്ന പോലെ. And you continue to be friends, live under the same roof. And ആനന്ദിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഐ മീൻ ഒരു സാധാരണ കേൾക്കുന്ന ആൾ ഇങ്ങനെ ആ ഇമോജി ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഹൗ ഡു യു ഡു ദിസ്? ഒന്ന് വെച്ചാൽ ആനന്ദിന് എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടം പോയിട്ടൊന്നുമല്ല. ആൻഡ് ഐ ലവ് ലിവിങ് വിത്ത് ഹിം, അതൊന്നും മാറിയിട്ടല്ല. ആൻഡ് ഇപ്പൊ ശ്രേയ വന്നപ്പോൾ ആക്ച്വലി ഇപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം ജീവിക്കാൻ. ഒന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അടുക്കി പറക്കുന്ന കാര്യം പറഞ്ഞത് കുറച്ച് ഓർഗനൈസ്ഡ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രേൻ ഇറ്റ്സ് ലൈക്ക് അങ്ങനെ വേറൊരാൾ വെച്ചില്ലൊന്നും ഒന്നും പറയത്തില്ല. മൈത്രേൻ മറ്റേ ഗാന്ധിയുടെ പോലെ മൈത്രേൻ എല്ലാം എടുത്ത് വെക്കും. അപ്പൊ നമുക്ക് ഗിൽറ്റ് വരും. രാവിലെ നോക്കുമ്പോൾ പണ്ട് കൊച്ചിലൊക്കെ മൈത്രേൻ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഞമ്മള് തൂത്തില്ലല്ലോ എന്നൊക്കെ തോന്നും. ജയശ്രീ അതൊക്കെ ആരെങ്കിലും തൂത്തു അങ്ങനെ ചേച്ചി വേറൊരാളാണ്. അപ്പൊ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര കുറച്ചിങ്ങനെ ഞാൻ അവിടെ വെച്ച സാധനം ഇപ്പം എടുത്തോണ്ടോ ഇങ്ങനത്തെ ആളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ ഇടപെടും. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവർ കുറച്ച് അതുപോലെ അല്ലെങ്കിൽ അവർക്ക് വട്ടാക്കും ഞാൻ. ഓക്കെ, അപ്പം ആനന്ദിന് ഇതുപോലെ ജയശ്രീയുടെ പോലെ ഒരാളാണ് ആനന്ദ്. ശരിക്കും ആനന്ദ് കുറച്ചിങ്ങനെ ഞാൻ അവിടെ വെച്ചോ എപ്പോ എനിക്ക് ഓർമ്മ ഞാൻ നിങ്ങളുടെ ചാർജറാണോ ഞാൻ എടുത്തോണ്ട് പോയത്. അപ്പം എനിക്ക് ഇറിറ്റേറ്റിംഗ് ആണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ഇപ്പോന്ന് കഴിഞ്ഞാല് എനിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ ശ്രേയ ലൈക്ക് മീ, ശ്രേയ എന്നെക്കാളും ഓർഗനൈസ്ഡ് ആണ്. അപ്പൊ ഷീ വിൽ ടേക്ക് ആൻഡ് ദ ഗുഡ് തിങ് അബൌട്ട് ഹർ, ഷീ ഈസ് ലൈക്ക് മൈത്രന്റെ പോലെ ഷീ വിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഷീ വോണ്ട് ലൈക്ക് കൺഫ്രണ്ട് ചെയ്ത് വേറെ. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ചൊറഞ്ഞു വരും. അപ്പം എനിക്കിപ്പോൾ അത് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ലൈറ്റായിട്ട് എടുക്കാം. ഞാനെന്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റതാണെങ്കിൽ പറയും ഞാൻ 2 ദിവസത്തേക്ക് മിഡിലാട്ടോ എൻ്റെ മറ്റത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് അപ്പം ഇപ്പോൾ എന്താ പറയാ അന്ന് ഞാനിങ്ങനെ അന്ന് നമ്മൾ ആ ഹാപ്പിനെസ് അത് ചെയ്യുമ്പോഴും ഞാൻ ഓൾറെഡി ആനന്ദിനോട് പറയുന്നതാണ്, അന്നേ പറയുന്നതാണ്. ലൈക്ക് അന്നേ ഞാൻ പറയുന്നതാണ്. അന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നു. ഞാൻ അന്നേ ആനന്ദിനോട് പറയുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി അന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയ പോലെ ആനന്ദൊരു ഞാനും കൊച്ചി വന്നിക്കാം. അപ്പൊ ഞാൻ പറയാം എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ എനിക്ക് എൻ്റെ ലോകത്ത് ഇങ്ങനെ ഇരിക്കണം, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്നാൽ മതി. അങ്ങനെയാണ് എനിക്കങ്ങനെ എനിക്ക് കുട്ടിക്കാലത്തെ ഈ ഒരു ഇതില്ല കേട്ടോ. ഒരാളെ ഞാൻ കണ്ടുപിടിക്കും, അയാളെ ഇഷ്ടപ്പെടും, അയാളുടെ കൂടെ ജീവിക്കും, അതൊന്നും എൻ്റെ സ്വപ്നത്തിൽ ഇല്ല. പിന്നെ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഓക്കെ അങ്ങനെ ഒരു വൺ ഓഫ് ദ ഓപ്ഷൻ എന്നുള്ള പോലെയാണ്. മാത്രമല്ല എൻ്റെ പണ്ടിക്കുള്ള ബോയ് ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും പറയും എൻ്റെ ഐഡിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അതൊരു പെൺകുട്ടിയാണ് ആക്ച്വലി. അപ്പോൾ അവൾ ആരെങ്കിലും പാർട്ട്ണർ, അവൾക്ക് ഒരാളെ കണ്ടുപിടിക്കണം. കൊച്ചിലെ അവളങ്ങനെയാണ്, ഐ വോണ്ട് ടു ഫൈൻഡ് മൈ പേഴ്സൺ എന്നുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്കറിയാം അവളെ കണ്ടുപിടിക്കും. അപ്പോൾ ആളും കൂടി ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ ഞാനും ഒരു മുറി സൈഡിലുണ്ടാക്കും. അപ്പം ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ടു ലിവ് അലോൺ. എനിക്കൊരു ഫാമിലി ഫീലിംഗ് വേണം. ഞാൻ ഇവർക്ക് ശല്യമാണെന്നൊന്നും തോന്നാത്ത വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഫാമിലി തോന്നണം. അപ്പോഴേ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും ഒരു ലൈബിലിറ്റി എന്ന് തോന്നുന്ന ഫ്രണ്ട്ഷിപ്പ് ഐ കാൺ. ഓഫ്കോഴ്സ് നമുക്ക് പിന്നെ പറ്റത്തില്ല അത്. പക്ഷെ ചില ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ശരിക്കും ഇറ്റ്സ് യുവർ കിൻ, നിങ്ങളുടെ ആള് പോലെ ആവുമല്ലോ. അങ്ങനത്തെ ഒരു എൻ്റെ ഫ്രണ്ട്. ബിക്കോസ് ഐ ലൈക്ക് ടു നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, നമ്മളിപ്പോൾ ഒരു സിനിമയോ അല്ലെങ്കിൽ പല പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പത്രത്തിൽ വായിച്ചാലോ ഒക്കെ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാനും, എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചു എന്നൊക്കെ പറയാനും, നമുക്കിന്ന് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ നമുക്ക് നീന്താൻ പോയാലോ, ഇതൊക്കെ ചെയ്യാനൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നാൽ പറയാനും ഒക്കെ ആളുകളുള്ളത് എനിക്ക് ഇഷ്ടമാണ്. അല്ലാണ്ട് ആരും വേണ്ട ഞാൻ അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ, ആ ആളെന്ന് മാത്രം കിട്ടുക, അതെന്റെ സ്വപ്നത്തിലുള്ള ഒരു കാര്യം ആയിരുന്നില്ല. കുഞ്ഞുനാൾ മുതലേ അല്ല. ഞാൻ എപ്പോഴും ഐ വാസ് ദിസ് ഫ്രണ്ട്സ് പേഴ്സൺ. ലൈക്ക് എനിക്ക് എന്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ഇരിക്കുക, അതെന്റെ ഏറ്റവും. അവർക്കും അതാവണമെന്നില്ലല്ലോ. എന്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും അവർക്ക് ആരെങ്കിലും വേണം. അപ്പൊ ഞാൻ എപ്പോഴും ഇവരും എന്റെ പോലെ ആയിരുന്നെങ്കിൽ ഞാനും അവളും കൂടി താമസിക്കുക. അതാണ് മൈ ഐഡിയൽ ലൈഫ്. ഐ ഓൾവേസ് തിങ്ക് എന്നിട്ട് അവൾക്ക് ആരെങ്കിലും ഒക്കെ പ്രേമമാണ്. അപ്പോൾ അവരിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ അവർ സ്ഥിരമായിട്ട് വന്നിക്കണ്ട എനിക്ക്. എന്നെ ആരെങ്കിലും പ്രേമിക്കുന്നവർ ഇടയ്ക്ക് വരുന്നു, അവർ പോകുന്നു. ആരും സ്ഥിരമായിട്ട് വന്നിക്കണ്ട എനിക്ക്.
എനിക്ക്. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ഒരു യൂണിറ്റ് ആയിട്ട്. അതെന്റെ കൊച്ചിലെ ഉള്ള സ്വപ്നം. പക്ഷെ അതിന്റെ ഒരു അപ്പത്തെ എനിക്കൊന്നും അങ്ങനത്തെ അധികം ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ഫ്രണ്ട് ആനന്ദായി പോയെന്ന് മാത്രം. അല്ല ആനന്ദ് ഇപ്പോ, പക്ഷെ ആനന്ദ് അങ്ങനെ ആഗ്രഹിച്ച ആളല്ല. ലൈക്ക് അതാണ് ഞാൻ പറയപ്പോ എൻ്റെ ആ പെൺകുട്ടി ഫ്രണ്ടിനോട് ഞാൻ പറയായിരുന്നു, നീ ആളെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഒരു വീട്, അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആനന്ദിനെ പരിചയപ്പെട്ടു. ആൻഡ് ഹി വാസ് ലൈക്ക്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഫോൾ ചെയ്ത എല്ലാം കറക്റ്റായിട്ട് വരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെച്ചത് ഓക്കെ എന്നൊരു ചാൻസ് ചെയ്ത് നോക്കാം. കാരണം ഞാൻ അതിന് മുമ്പത്തെ എൻ്റെ ബോയ് ഫ്രണ്ടോട് പിരിയുമ്പോൾ ഞാൻ വെച്ചു, ഇനി ഒരു 10-12 വർഷത്തേക്ക് പോലും പ്രേമമൊക്കെ ഞാൻ പ്രേമിക്കും, പക്ഷേ ആരുടെ കൂടെ എനിക്ക് താമസിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ആസ്വദിച്ച് ജീവിക്കുന്നത്, എന്തിനാ വെറുതെ ഇവരൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ആനന്ദിനെ പരിചയപ്പെട്ടപ്പോൾ ആനന്ദ് വെരി ഡിഫറെൻറ്റ്, ഓർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ പീപ്പിൾ ഐ ഹവ് മെറ്റ്. ഹി വാസ് റൈറ്റ് ഫോർ മീ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ആനന്ദിന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആനന്ദാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമേ, ഡോണ്ട് ഇങ്ങനൊരു സ്ഥലത്തിനെ കളയരുത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. കനി അതല്ല, ഞാൻ അപ്പോഴും അന്നും ആദ്യം പ്രേമം പറയുന്ന ദിവസമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആനന്ദ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇതല്ല, പക്ഷേ യു ആർ അമേസിങ്, പക്ഷേ എൻ്റെ സ്വപ്നം ഇതല്ല, പക്ഷേ നോക്കി നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ. അപ്പം ഞാൻ ആ ഹാപ്പിനെസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഓൾറെഡി ആനന്ദോട് പറഞ്ഞിട്ടുണ്ട്, ആനന്ദ് വേറൊരാളെ കണ്ടുപിടിക്കാൻ നോക്കാം, ഞാൻ അതുവരെ ഇരിക്കാം, അപ്പോൾ യു ഡോണ്ട് ഫീൽ ഹേർട്ട്, അപ്പോൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ ആനന്ദ് അന്നൊന്നും അത് ഒട്ടും ആലോചിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പല അപ്പോൾ ഹി ഓൾസോ ട്രൈഡ് ഡിഫറെൻറ്റ് തിങ്സ് ടു അക്കോമഡേറ്റ് മീ ഇൻ ഹിസ് ലൈഫ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഗുഡ് ദറ്റ് ഹി ഫൗണ്ട് ശ്രേയ. അപ്പം കാരണം ആനന്ദിനും ആരെങ്കിലും ഒന്നും പാടായിരിക്കും, അപ്പോൾ ശ്രേയ ഇസ് ലൈക്ക്, അപ്പം ഞാൻ ശ്രേയ പരിചയപ്പെടുന്നവരെ എനിക്കും അറിയത്തില്ല. ഞാൻ വെച്ചു ചിലപ്പോൾ അത് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗോണ ലാസ്റ്റ് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ആനന്ദിനൊരു ഒരാളെ കണ്ടുപിടിച്ച ആ ആൾ ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കുക, വേറെ ഒരു കൺഫ്യൂഷനും അതിലൊന്നും ഒരു ഇതും ഇല്ലാത്ത, എന്താ പറയുക, പിന്നെ വർക്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു പാർട്ട്ണർ വേണം. ഞാൻ പാർട്ട്ണർ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഒട്ടും പറ്റാത്ത ഒരാളാണ് അങ്ങനെ ഒരു. അപ്പം ശ്രേയനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ദാറ്റ് മീറ്റിംഗ് വുഡ് ഹാവ് ബീൻ സംതിങ് ദാറ്റ് വുഡ് ബി വെരി റിമാർക്കബിൾ. ആനന്ദ് ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു എങ്ങനെ ആളെ പരിചയപ്പെട്ടു, ആൻഡ് ഐ ലൈക്ക് ഹെർ, ഷീ റിയലി ലവ്സ് മീ, ബട്ട് ഐ ഡോണ്ട് നോ വേർ ഇറ്റ്സ് ഗോയിങ്. അപ്പം ഞാൻ പറഞ്ഞു വൺ ഡേ കാണണം എന്ന് പറഞ്ഞാൽ കനി ഓക്കെ. ഞാൻ നോക്കി അല്ലതെ നമുക്ക് കാണാം അതിനെന്താ. അപ്പോൾ അറ്റ് ദാറ്റ് പോയിന്റ് യു ആർ നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഓൾറെഡി ശ്രേയ വരുന്നതിന് മുമ്പേ ഞാനും ആനന്ദ് ഒരു റിലേഷൻഷിപ്പിലല്ലാന്ന് പറയില്ല, ആനന്ദിന് വേറൊരാൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വി ഡിഡ് നോട്ട് ഹാവ് എനിത്തിങ് റൊമാൻറ്റിക്. ആ ഒരു ശ്രേയ വരുന്നതിന് ഒരു 2-3 ഇയേഴ്സ് മുമ്പേ അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ വെരി ക്ലോസ്. ആനന്ദിന് ഒരു പനി ഉണ്ടെങ്കിലും ഞാൻ നോക്കും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ കൊച്ചുണ്ടെങ്കിലും ബ്രദർ എല്ലാവരെയും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല, അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ഒന്നും നോട്ട് ലൈക്ക് എൻ്റെ റൊമാൻറ്റിക് പാർട്ട്ണർ പോലത്തെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു കട്ടിൽ വേണമെങ്കിൽ കിടക്കും, പക്ഷേ ആനന്ദ് ഒരു കിടക്കും, ഇപ്പുറത്ത് കിടക്കും. എന്നോട് എനിക്ക് തല വേനിക്കുന്നു, അന്നേരം തല തടവി കൊടുക്കും, അല്ലെങ്കിൽ കാല ഇപ്പം എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ആരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ആനന്ദിനൊരിക്കലും വേറൊരു ആൾ അങ്ങനെ ഒരു റൊമാൻറ്റിക് ഒരാൾ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഐ യൂസ് ടു ടെൽ ഹിം റീച്ച് ഔട്ട് ടു അതർ പീപ്പിൾ. ഐ തിങ്ക് ഹി ഡിഡ് റീച്ച് ഔട്ട്, ബട്ട് ഹി കുഡ്ന്റ് ഫൈൻഡ് എനിവൺ. ശ്രേയനെ പരിചയപ്പെട്ടപ്പോൾ എഗെയിൻ ഇപ്പം എന്നെ പരിചയപ്പെട്ട സമയത്തുള്ള പോലെ ആനന്ദിനൊരു ഇവരുമായിട്ട് ഇമോഷണലിയും ഇൻ്റലക്ച്വലിയും റൊമാൻറ്റിക്കലിയും ഒക്കെ എന്നെയും പറ്റുമെന്ന് തോന്നിയ ഒരാളായിരുന്നു ആനന്ദിന്. അതുപോലെ വേറൊരാളെ കണ്ടെത്തിയത് പിന്നെ അതാണ്. അപ്പോൾ പരിചയപ്പെടുന്നവരെ എനിക്കും അറിയത്തില്ല, ഐ ഡോണ്ട് നോ. ചിലപ്പോൾ അത് തോന്നുന്ന ആനന്ദിന്, പക്ഷേ ചിലപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ അല്ല, ആ ഒരു ഇതിൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പോവായിരിക്കാം അങ്ങനെയൊക്കെ. ഐ തിങ്ക് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ. കാരണം ഇത് തൊട്ട് മുമ്പ് അപ്പം അവരെന്താ അവിടെ ഉള്ളത് ഇത്രയും മിനിറ്റ്. അപ്പം അതൊരു വി ടുക്ക് എ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. കാരണം എനിക്കും ആനന്ദിനും എനിക്കും അങ്ങോട്ട് മിസ് ചെയ്യും. ഞങ്ങൾക്ക് മിണ്ടണം, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മടുത്തിട്ടൊന്നുമില്ല. അപ്പം അതൊരാൾക്ക് പ്രേമിച്ചൊരാൾക്ക് ഇതെന്താന്ന് മനസ്സിലാവണമെന്നില്ല. ഇവർ തമ്മിലുള്ളൊരു സ്പേസിൽ മൂന്നാമത് ഒരാളുണ്ട്. അപ്പം അത് മാത്രമല്ല, അതുപോലെ ആ കുട്ടിക്കും. പക്ഷേ ഇതെന്താന്ന് ഇപ്പോൾ, ബിക്കോസ് ഷീ ഈസ് ഓൾസോ വെരി ഐ ഡോണ്ട് വോണ്ട് ടു കോൾ ദിസ് സ്ട്രേറ്റ് ഫോർവേഡ്, ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് അനുഭവിക്കുന്നത്. കൺവെൻഷണലി ആളുകൾക്ക് അത് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആനന്ദും എൻ്റെയും റിലേഷൻഷിപ്പും ആനന്ദിൻ്റെ ശ്രേയ റിലേഷൻഷിപ്പും ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളില്ല. കാരണം ഇപ്പം ഞങ്ങളും ഇപ്പം ഞാൻ അന്ന് എനിക്കൊന്ന് പക്ഷേ ഇന്റലക്ച്വലി ഇമോഷണലി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി നോട്ട് ഇൻ എ റൊമാന്റിക് സെക്ഷൽ സോർട്ട് ഓഫ് തിങ്. അതാണ് ശ്രേയക്കാണെങ്കിലും ആനന്ദിനാണെങ്കിലും. ആനന്ദ് ഒരു മൊണോഗമസ് ആയിട്ടുള്ള ആളാണ്, ശ്രേയമാണ്. അപ്പം ആനന്ദ് എനിക്ക് വേണ്ടിയാണ് ഓപ്പൺ റിലേഷൻഷിപ്പ് ട്രൈ ചെയ്തത്. ബിക്കോസ് ഹി വാണ്ടഡ് മീ ഇൻ ഹിസ് ലൈഫ് ഈവൻ റൊമാൻറ്റിക്കലി, ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് ഇതാണ് ഒരാൾ എനിക്ക് ഉണ്ടാവുന്നത്, ദിസ് ഇസ് ദ പേഴ്സൺ ഐ ലൈക്ക് ടു ലിവ് വിത്ത്. അതുകൊണ്ട് ഹി ട്രൈഡ്. I also tried. The first 2-3 years I tried monogamy for him because I thought, okay, this is the person I also like. ചിലപ്പോൾ ഇത് വർക്ക് ആവും. പക്ഷേ എനിക്ക് മുമ്പോട്ട് 2-3 years കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി
ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് ഹാപ്പി ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറ്റത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ആനന്ദ് അത് ട്രൈ, പക്ഷെ ആനന്ദിനും അപ്പൊ ഹാപ്പി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വി ലൈക്ക് ടു ബി ടുഗെദർ, വി വോണ്ട് ടു ഡിസ്കസ് ഐഡിയാസ് ടുഗെദർ, വി വോണ്ട് ടു ഡു മെനി തിങ്സ് ടുഗെദർ. പക്ഷെ അതിൽ ഈ സാധനം ഇല്ല. This is all about, like, it's almost about loss and longing. You long for each other, yet you have lost a certain part of you in this relationship, or the part of a relationship. രണ്ടും ഉണ്ട് ഇതില്. ഇത് coexist ചെയ്യുന്നുണ്ട്. എന്നു വെച്ചാല് ഈ ഒരു how do you see this evolving ahead? കാരണം ഈ ഒരു മൂന്നാമത് ഒരാൾ വന്നിട്ടുണ്ട്, probably you have to let go completely. Are you prepared for that at some point in time? There is no letting go. We are like a family. You have to come to our home to witness that. I will come anytime you call me. Actually ശ്രേയ ഞാൻ ഇത്തവണ പക്ഷേ പറയാ കനി എനിക്ക് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല, വരുമോ? വി ഡോണ്ട്, ഇറ്റ്സ് നോട്ട് ത്രീസം, ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഓക്കെ, ഓഫ് കോഴ്സ് നോട്ട്. അത് ഓർ ഷീ ഈസ് നോട്ട് ഇൻ എ റിലേഷൻ വിത്ത് മീ. വി ഹാവ് എ പ്യൂർലി വേറെ ബോണ്ടിങ് തന്നെ ഉണ്ട്. ബിക്കോസ് ദ തിങ് ഇസ്, ആനന്ദിന്റെ ഏറ്റവും അടുപ്പമുള്ളവരും എൻ്റെ ഏറ്റവും അടുപ്പമുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആണ്. കാരണം ഞങ്ങൾ ചുമ്മാ ഫ്രണ്ട്സ് ആവുകയോ അല്ലെങ്കിൽ ചുമ്മാ പ്രേമിക്കുകയോ അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ആലോചിക്കുന്നത് കൊണ്ടും ഇന്റലക്ച്വലി മെയിൻലി ഒക്കെ ആലോചിക്കുന്നതും ഒക്കെയും ചിന്തിക്കുന്നതും ഇപ്പം ഐ എം എ റാഷണൽ, മൈത്രേനുമാണ്, ആനന്ദുമാണ്, ശ്രേയയുമാണ്, ഞങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഞങ്ങളെല്ലാവരും ആലോചിക്കുന്ന സിനിമകളും വായിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ ഒരുപോലെയാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പഠിക്കുകയും വലുതാവുകയും ചെയ്യാൻ ഏറ്റവും എനേബിൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചുറ്റുമിരിക്കുന്നത്. അല്ലാത്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്, ആനന്ദിന് അധികമില്ല. എനിക്ക് ചിലപ്പോൾ ഞാനിട്ട് ഒരു ബന്ധത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടൊക്കെ ഭയങ്കര അടുപ്പമുള്ള ഫ്രണ്ട് ആയിരിക്കില്ലെങ്കിലും എനിക്ക് അവരോട്ട് ചിലപ്പം സമയം ചെലവിടാനൊക്കെ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരു ഡൈവേഴ്സ് ആയിട്ട് എന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഐഡിയലി ഇഷ്ടം ആനന്ദിന്റെ പോലെ അല്ലെങ്കിൽ ശ്രേയയുടെ പോലെയൊക്കെയുള്ള ആൾക്കാരോട് സമയം ചെലവഴിക്കാനാണ്. ഇപ്പം ഞങ്ങൾ ആരും ഇതുപോലെ ഈ പറഞ്ഞ സിഗരറ്റ് അല്ലെങ്കിൽ കള്ളുകൂടി ഇങ്ങനത്തെ പരിപാടിയില്ല. ഇതൊന്നും ഇങ്ങനത്തതിലൊന്നും അല്ല. അല്ലെങ്കിൽ പാർട്ടി ചെയ്യുക. പക്ഷെ എനിക്ക് പാർട്ടി ചെയ്യുന്ന ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകാൻ പറ്റും. എനിക്ക് ആനന്ദിന് പറ്റത്തേയില്ല, ഒരിക്കലും പറ്റത്തില്ല. എനിക്ക് മൈത്രേനെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊരിക്കൽ എൻ്റെ കൂടെ ഏതൊരു പബ്ലിൽ നിന്ന് മൈത്രേനെ അവിടെ ഒരു പുസ്തകം വായിക്കുന്നു. എനിക്ക് പറഞ്ഞാൽ അങ്ങനെ മനുഷ്യർക്ക് ഓരോ പ്രെഫറൻസുകളുണ്ടല്ലോ. അതിൽ എനിക്കും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടവും ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് വളരാനും ചിന്തിക്കാനും ഒക്കെ ഇഷ്ടം ആനന്ദിന്റെ പോലെയോ മൈത്രേൻ, ജയശ്രീ ചേച്ചി അല്ലെങ്കിൽ ശ്രേയ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ കൂടെ അത് കണ്ടെത്തിയ മനുഷ്യരാണ് നമ്മൾ. ഇപ്പോൾ മൈത്രേൻ ചേച്ചി ഞാൻ ജനിച്ച് വളർന്നുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരെന്ന് പറയുന്നത് എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമിലർലി ആ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് ഇഷ്ടപ്പെടുവല്ല. അവരും ഞാനും ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾ ഒരുപോലെ ഇരിക്കുന്നു. പ്ലസ് ഒരുപോലെ അല്ലാത്തത് എന്തുകൊണ്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ ഒരുപോലെ അല്ലാത്തതും കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താ അങ്ങനെ ആലോചിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരുപോലെയുള്ളൊരു ഭാഷ അല്ലെങ്കിൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതികൾ സിമിലർ ആണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് എനിക്ക് വളരാൻ പറ്റുള്ളൂ. ഞാൻ അതിൽ നിന്ന് തന്നെ ചോദിക്കട്ടെ. ഇപ്പം റിമ നമ്മുടെ ഷോയിൽ വന്നപ്പോൾ സംസാരിച്ചാണ് മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് വർക്ക് ഫോർ വിമൻ, ഇറ്റ്സ് ഡെട്രിമെൻ്റൽ ടു ദ ഗ്രോത്ത് ഓഫ് വിമൻ. അതിനോട് യോജിക്കുന്നുണ്ടോ? ആൻഡ് ആസ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് മാരേജ് എന്ന കോൺസെപ്റ്റ്, ബിക്കോസ് യു ബീൻ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ സ്ട്രക്ചർ ഓഫ് മാരേജ്, യുനോ, വളർന്നതും അച്ഛനും അമ്മയും മാരീഡ് അല്ല, വളർന്നതും ഇതിന് പുറത്ത് നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഹൗ ഡു യു സീ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? വളരെ ക്യൂരിയസ് ആണ് ഞാനത് എൻ്റെ ലൈഫ് ടൈം തന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലേ മാറ്റങ്ങൾ ചെറുതായിട്ട് വരുന്നത്. അത് വിറ്റ്നസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. മൈത്രനും ജയശ്രീയും മാത്രമല്ല, ഒരുപാട് മനുഷ്യർ പല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് ആ ഒരു കാലഘട്ടത്തിലും അതിന് മുമ്പും അതിന് പിന്നെയും. അല്ലാതെ ഇവർ മാത്രം ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നതല്ല. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണെങ്കിലും ഇനി മൈത്രൻ ജയശ്രീ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച വേറെ കപ്പിൾസിനെയും എനിക്കറിയാമെന്ന്. ഇമോഷണൽ റെസ്പോൺസ് അല്ല ഇവിടെ വേണ്ടതെന്ന് എനിക്ക് കൺവിക്ഷൻ എൻ്റെ മനസാക്ഷിക്ക് ഉണ്ടായാൽ ഞാൻ അതിന് വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് ഫുള്ള് അറിയില്ല. എനിക്ക് രണ്ടിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉള്ളതുപോലെയാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. അപ്പം ഞാനത് മാറ്റേണ്ടതാണോ അല്ലേന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവിടെയാണ് ഞാൻ ആ കാര്യത്തിൽ നിൽക്കുന്നത്. എനിക്ക് ചിലപ്പോൾ നുവാൻസസ് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഒരുപാട് ലെയറായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഒന്നും ഞാൻ ഭയങ്കര ഓക്കെ ഇത് എന്നല്ല. പക്ഷെ എനിക്ക് ആ ലെയർ വെരി സിമ്പിളാണ്. അല്ലാണ്ട് അത് ഭയങ്കര എന്തോ കോംപ്ലിക്കേറ്റഡ് അല്ല ഞാൻ അനുഭവിക്കുന്നത്.